പുതുക്കാട് സെന്ററിൽ യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. കോട്ടക്കാട് ഒരഴിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറിൽ അക്രമം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. അന്നമനട കുമ്പിടിയിലുള്ള ബാറിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അക്രമം നടത്തിയ അങ്കമാലി വട്ടപ്പറമ്പ് മഴുവഞ്ചേരി റിജോയാണ് മാള പോലീസിന്റെ പിടിയിലായത്. ചാലക്കുടി കൂടപ്പുഴ മനക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യം വിതറി സാമൂഹ്യ വിരുദ്ധർ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് സെന്ററിൽ യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. ബസാർ റോഡിലെ SBI ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരിയായ കോട്ടക്കാട് ഒഴലിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കേച്ചേരി സ്വദേശി കൂള വീട്ടിൽ ലിസ്റ്റിൻ പുതുക്കാട് പോലീസിൽ കീഴടങ്ങി. തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ് സംഭവം. ബസ് ഇറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിയുടെ മുൻപിൽ വെച്ച് ലിസ്റ്റിൻ ബിബിതയെ കുത്തുകയായിരുന്നു. റോഡിൽ വീണ് കിടന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. 9 തവണ യുവതിക്ക് കുത്തേറ്റു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും കുറച്ചുനാളായി അകന്നു കഴിയുകയാണ്. 10 വയസ്സുള്ള ഇവരുടെ മകൻ ലിസ്റ്റിന്റെ കൂടെയാണ് കഴിയുന്നത്. മകന്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യവും ഭാര്യയോടുള്ള സംശയവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് ബാങ്കിലെത്തി ഭാര്യയെ ആക്രമിച്ച സംഭവത്തിൽ ലിസ്റ്റിനെതിരെ പുതുക്കാട് പോലീസിൽ പരാതിയുണ്ട്. മീഡിയ ടൈം, പുതുക്കാട്. ബാറിൽ അക്രമം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. അന്നമനട കുമ്പിടിയിലുള്ള ബാറിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അക്രമം നടത്തിയ അങ്കമാലി വട്ടപ്പറമ്പ് മഴുവഞ്ചേരി റിജോയാണ് മാള പോലീസിന്റെ പിടിയിലായത്. അങ്കമാലി, ചെങ്ങമനാട്, കൊരട്ടി, മാള തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസിൽ പ്രതിയും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ കൊലക്കേസ് പ്രതിയും കാപ്പപ്രകാരം എറണാകുളം ജില്ലയിൽ നിന്നും നാടുകടത്തപ്പെട്ട ആളുമാണ് ഈ പ്രതി. അന്വേഷണ സംഘത്തിന് മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KK ശ്രീനി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ്, വഹദ്, അഭിലാഷ്, ഷറഫുദ്ദീൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു, ദേവസി, ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് ഉണ്ടായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി കൂടപ്പുഴ മനക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിതറി സാമൂഹ്യ വിരുദ്ധർ. ഞായറാഴ്ച ഉച്ചയോടെയാണ് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം അടങ്ങുന്ന ചാക്കുകൾ ഉപേക്ഷിച്ചു പോയത്. തുടർന്ന് തെരുവ് നായ്ക്കൾ മാലിന്യ ചാക്ക് വലിച്ചു കീറി റോഡിൽ വിതറുകയായിരുന്നു. തുണികളും പ്ലാസ്റ്റിക് കവറുകളും അടങ്ങുന്ന മാലിന്യങ്ങളാണ് ഇതിലുള്ളത്. തൊട്ടരികിലെ വീടുകളിലേക്കും യാത്രക്കാർക്കും ദുരിതമേറുകയാണ്. മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തിരുമുടിക്കുന്നിലെ നിർധനരായ കുടുംബങ്ങൾക്കുള്ള 27ാമത്തെ വീടും കൈമാറി. സൗജന്യമായി ലഭിച്ച 6 സെന്റ് ഭൂമിയിൽ 8 സുമനസ്സുകളുടെ സഹായത്തോടെ 9 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീടാണ് കൈമാറിയത്. 650 സ്ക്വയർ ഫീറ്റിൽ പണിത വീടിന്റെ താക്കോൽദാനം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. വാർഡ് മെമ്പർ ലിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. തിരുമുടിക്കുന്ന് വാർഡിൽ മാത്രം സർക്കാർ സംവിധാനങ്ങളുടെയും ലൈഫ് സന്നദ്ധ സംഘടന വഴിയും 29 വീടുകളാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത്. ഇതിൽ 27 വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. 2 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, കുര്യാക്കോസ്, ജോർജ് പാലമറ്റം, ജോമി പ്ലാശ്ശേരി, എലിസബത്ത് ജോർജ്, ബിജു AA, ബൈജു വെളിയത്തുപറമ്പിൽ, ജോബി പ്ലാശ്ശേരി എന്നിവർ പങ്കെടുത്തു. സെറിബ്രൽ പൾസിയെ അതിജീവിച്ച് നവാഗത സംവിധായകനായിരുന്ന രാകേഷ് കൃഷ്ണൻ കുരുമ്പാലയുടെ സിനിമ കളം അറ്റ് 24 കാണുവാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവും സാമൂഹ്യനീതി വകുപ്പിലെ ജീവനക്കാരും തിരുവനന്തപുരം നിള തിയേറ്ററിൽ നേരിട്ടെത്തി. ഭിന്നശേഷിക്കാരനായ വിശിഷ്യ സെറിബ്രൽ പാൾസി ബാധിതനായ രാകേഷ് കൃഷ്ണന്റെ ആദ്യ ഫീച്ചർ ഫിലിം സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വിവിധങ്ങളായ കഴിവുകളുള്ള ഭിന്നശേഷിക്കാരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാകേഷ് കൃഷ്ണന്റെ കളം അറ്റ് 24 പ്രദർശനം കാണുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു സിനിമ കാണാനെത്തിയത്. രാകേഷ് കൃഷ്ണനെ മന്ത്രി ബിന്ദു മെമന്റോ നൽകി അനുമോദിച്ചു. കളം അറ്റ് 24 ടീം അംഗങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റിലെ 7ാം ദിവസത്തെ സമരം
ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.എച്ച്. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി പി.സി. രവി, N.K. വേലായുധൻ, M. ബാലസുബ്രഹ്മണ്യൻ, C.M. ഗംഗൻ എന്നിവർ സംസാരിച്ചു. 13 വർഷമായിട്ട് നടത്താത്ത പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, 6 വർഷമായി തടഞ്ഞുവെച്ചിരുന്ന ഉത്സവ ബത്ത പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. CPIM കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. വർഗീയ തീവ്രവാദ ശക്തികൾക്കെതിരെ മതമൈത്രിയുടെ തീരഭൂമിയിൽ സ്നേഹത്തിന്റെ സന്ദേശവുമായി പോരാട്ടം നടത്തുമെന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ബഹുജന പ്രകടനം എറിയാട് ചന്തയിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രകടനത്തിന്റെ മുൻപിലായി ചുവപ്പ് സേനാംഗങ്ങൾ മാർച്ച് ചെയ്തു. മത്സ്യത്തൊഴിലാളികളും കർഷകരും തൊഴിലാളികളും മഹിളകളും യുവാക്കളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും പ്രകടനത്തിൽ അണിനിരന്നു. മാർച്ച് ഏറിയാട് ചേരവാൻ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി M. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P.K. ഡേവിസ്, P.K. ചന്ദ്രശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി എന്നിവർ സംസാരിച്ചു. ഓണറേറിയം സമയത്ത് നൽകാത്തതിലും SC ജീവനക്കാരുള്ള മാനസിക പീഡനത്തിലും അവഗണനയിലും പ്രതിഷേധിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU വെള്ളാങ്കല്ലൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ICDS പ്രൊജക്ട് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. CATU ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ഗോപി ഉദ്ഘാടനം ചെയ്തു. അനവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ട്രേഡ് യൂണിയനാണ്. പക്ഷേ അതിനകത്ത് ചില പുൽക്കുത്തുകളുണ്ട്. ആ പുൽക്കുത്തുകളെ നമ്മളൊക്കെ തിരിച്ചറിയണം. ആ പുൽക്കുത്തുകളുടെ സമീപനം എന്താണെന്നുള്ളത് ഇപ്പോൾ വെള്ളാങ്കല്ലൂരിലുള്ള അംഗനവാടി ടീച്ചർമാർക്ക് കുറേശ്ശെ മനസ്സിലായിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള പുൽക്കുത്തുകളുണ്ട്. അവർക്കെതിരെ പോരാട്ടമല്ലാതെ വേറെ മാർഗം നമ്മുടെ കയ്യിലില്ല. രാജ്യത്ത് തൊഴിലാളികൾ സംഘടിച്ച് അവൻ്റെ പോരാട്ടത്തിൻ്റെ മുന്നിലാണ് ഭരണകൂടം വരെ മുട്ടുകുത്തുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തലാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ സൂചന എന്ന നിലയ്ക്കാണ് ഇന്ന് നമ്മൾ സമരം നടത്തുന്നത്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU വെള്ളാങ്കല്ലൂർ പ്രൊജക്ട് സെക്ടറിന്റെയും ജില്ലാ കമ്മിറ്റി അംഗവുമായ CG പ്രമീള അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ MS രഘുനാഥൻ, സീമന്തിനി സുന്ദരൻ, CA ആമിന എന്നിവർ പങ്കെടുത്തു. ഗുരുധർമ്മ മിഷൻ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ UP-HS വിദ്യാർത്ഥികൾക്കായി പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹോസ്പിറ്റൽ PRO ഡിങ്കൻ, നഴ്സിംഗ് സൂപ്രണ്ട് അനുപമ, ICU സ്റ്റാഫ് സീന എന്നിവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷത വഹിച്ചു. HM ഇൻചാർജ് ദിവ്യ ദാമോദരൻ, SMC ചെയർമാൻ അനിൽ ജോൺ, PTA വൈസ് പ്രസിഡന്റ് CP സിജോ, സിജു മാടാത്ര, MT വത്സൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പോകുമ്പോൾ കളിക്കാനോ വെറുതെ വെള്ളത്തിൽ വീഴും ഇല്ലേ? നമുക്ക് പല സ്ഥലങ്ങളിലും തീ പിടിച്ചു, അതിനകത്ത് എത്ര പേര് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നില്ലേ? വന്നോ? വായിച്ചാരെങ്കിലും? മാള വൈസ്മെൻസ് ക്ലബ്ബ്, കണ്ടംകുളത്തി വൈദ്യശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 1500ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികളായി 30 വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A. അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇതിൽ നിങ്ങളോടൊപ്പം ചേർന്ന് ചില നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വൈസ്മെൻ ക്ലബ്ബ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരവും സാമ്പത്തികവും മറ്റ് എല്ലാ വിധത്തിലും നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ ഇത്തരം ക്ലബ്ബുകൾ ഏറെ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗ്രാമീണ സാംസ്കാരിക വളർച്ചയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കൊക്കെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അവരുടേതായ ഇണഞ്ഞ ശ്രമങ്ങൾ ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുപോലെ ലക്ഷ്യങ്ങളല്ലെങ്കിൽ പോലും. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ജോൺ മുഖ്യാതിഥിയായിരുന്നു. വിൽസൺ കണ്ടംകുളത്തി സമ്മാനദാനം നിർവഹിച്ചു. വൈസ്മെൻസ് പോസ്റ്റ് റീജിയണൽ ഡയറക്ടർ സുനിൽ ജോൺ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ആന്റണി പാരമ്പര്യ, ജോളി വടക്കൻ, മാഗി ജോസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
പുതുക്കാട് സെന്ററിൽ യുവതിയെ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. കോട്ടക്കാട് ഒരഴിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറിൽ അക്രമം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ. അന്നമനട കുമ്പിടിയിലുള്ള ബാറിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അക്രമം നടത്തിയ അങ്കമാലി വട്ടപ്പറമ്പ് മഴുവഞ്ചേരി റിജോയാണ് മാള പോലീസിന്റെ പിടിയിലായത്. ചാലക്കുടി കൂടപ്പുഴ മനക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യം വിതറി സാമൂഹ്യ വിരുദ്ധർ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.